ഹായ് ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് തുടങ്ങാൻ പോവുകയാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച റിസൾട്ടുകൾ വാരിക്കൂട്ടുന്ന ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൻ്റെ കേരളത്തിലെ എല്ലാ റിസൾട്ടുകളും JEE ആയാലും നീറ്റ് ആയാലും വാരി കൂട്ടുന്ന ഞങ്ങളുടെ ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിലേക്ക് നിങ്ങൾ എത്താൻ പോവുകയാണ്. 2026 നീറ്റ് ലക്ഷ്യം കണ്ട് ജൂൺ 12-ാം തീയതിയാണ് നമ്മളുടെ ഓഫ്ലൈൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. നിങ്ങളെല്ലാവരും റെഡിയായി ഇങ്ങോട്ടേക്ക് എത്തുന്ന തിരക്കുകളിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ എന്തൊക്കെ ആണ് മാനസികമായി തയ്യാറെടുക്കേണ്ടതെന്നും എന്തൊക്കെയാണ് എടുത്തു വെക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള രീതിയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളിൽ വരുത്തേണ്ടതെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ പല സ്കൂളുകളുടെയും ടോപ്പേഴ്സാണ്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് നോച്ച് സ്റ്റുഡൻസ് ആണ് ഓരോ ജില്ലയിലെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിനികളാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, എന്നെപ്പോലെ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനോടാണ് ഞാൻ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴും പറയും പോലെ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ കാത്തിരിപ്പിന് അതിനൊരു ഫലം കിട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇടേണ്ട ഒരു എഫേർട്ട് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് കൂടി ചെയ്തു തരണം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം തന്നെ റെഡിയാക്കി ഞങ്ങൾ സെറ്റായിട്ടിരിക്കുവാണ്. ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ ബ്രില്യൻറ്റിൻ്റെ മുൻപിൽ. അത് കഴിയുമ്പോൾ ഈ ക്യാമ്പസ് വീണ്ടും ശബ്ദമുഖരിതമാകും, കുട്ടികളെയൊക്കെ കൊണ്ട് നിറയും. ഇവിടെ വരുന്ന ഓരോ കുട്ടിയും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലക്ഷ്യം സ്വപ്നം കണ്ടാണ് ബ്രില്യൻറ്റിൻ്റെ പടി ചവിട്ടുന്നത്. ഒരിക്കലും ഒരു വർഷം കളഞ്ഞുപോയി എന്ന് പിന്നീട് പശ്ചാത്തപിക്കാനോ അല്ലെങ്കിൽ ഞാൻ എന്തിനിവിടെ ചേർന്നു എന്ന് തോന്നത്തക്ക രീതിയിലോ നിങ്ങൾക്ക് ബ്രില്യൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഒരു കാര്യത്തിലും ഒരു തോന്നൽ ഉണ്ടാകില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇവിടെ കയറുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ചുമലിൽ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പഠിക്കുക എന്ന് മാത്രമല്ല, അതിനെ ഫലവത്താക്കി കൊണ്ടുപോവുക എന്നുള്ളത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം എപ്പോഴും ഓർക്കുക, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളെപ്പോലെ തന്നെ മോസ്റ്റ് ടാലൻറ്റഡ് സ്റ്റുഡൻസിനോടൊപ്പമാണ്, മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻസിനോടൊപ്പമാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാൻ പോവാണ് കേട്ടോ. പേടിപ്പിക്കാനല്ല, കാരണം നമ്മൾ 12 വർഷം പഠിച്ച ഒരു രീതിയല്ല ഇനി പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിനാണ് പഠിച്ചത്. ഒരു പക്ഷേ അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓൺ സെൻറ്റൻസിലൊക്കെ എഴുതാൻ പറ്റും, നല്ല മാർക്കൊക്കെ കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഒരു ഒബ്ജക്റ്റീവിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വായിച്ച് പഠിച്ച ഓരോ സെൻറ്റൻസും എത്രയോ ക്വസ്റ്റ്യനുകളായി മാറാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു ചുവടുവയ്പ് എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കണം. അതിനുള്ള ചെറിയ ചെറിയ ടിപ്സാണ് കേട്ടോ. ആദ്യത്തെ കാര്യം, നമ്മൾ ഇവിടെ കയറുമ്പോൾ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് നിങ്ങളുടെ ആ ഒരു സീരിയസ്നെസ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. അത് ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, 2 ദിവസം കഴിയട്ടെ അല്ലെങ്കിൽ 3 ദിവസം കഴിയട്ടെ, ഹോസ്റ്റലിൻ്റെ ആംബിയൻസുമായിട്ടൊന്ന് സെറ്റാകട്ടെ അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സുമായിട്ടൊന്ന് സെറ്റാകട്ടെ എന്നൊന്നുമല്ല. നിങ്ങളിവിടെ ഈ ഗേറ്റ് കടന്ന് ബ്രില്യൻറ്റിനകത്തേക്ക് കയറുന്ന നിമിഷം മുതൽ നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകണം. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം, ക്ലാസ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കേൾക്കണം. അത് ഓരോ അധ്യാപകനും പറയുന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഇനി അവിടെയും ഒരു കാര്യം, ഈ മനസ്സിലാക്കുന്നിടത്തും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം വന്നേക്കാം. കാരണമുണ്ട്, നമ്മൾ പല സിലബസുകളിൽ പല രീതിയിൽ പഠിച്ചു വന്ന കുട്ടികളാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല ചില സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് നിങ്ങൾക്ക് സ്കൂളിൽ ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കാം. അത് നിങ്ങളുടെ ഒരു ഭയങ്കര സ്ട്രോങ് ഏരിയ ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു ഏരിയ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ നിങ്ങളുടെ ബേസ് വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ബേസ് അത്ര സ്ട്രോങ് അല്ലാതെ ഇവിടെ വരുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെ ആദ്യത്തെ ഒരു കേൾവിയിൽ ഉൾക്കൊള്ളണം എന്നില്ല. അവിടെ നിങ്ങൾ ഒന്ന് റിലാക്സ്ഡ് ആകണം. ഏറ്റവും ബേസ് ലെവലിൽ നിന്നുകൊണ്ട് ഒന്നും അറിയാത്ത ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ബ്രില്യൻറ്റുകൾ ക്ലാസ് എടുത്ത് പോകുന്നത്. ഇവിടുത്തെ ഓരോ അധ്യാപകരും, അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബോട്ടണി ആയാലും സുവോളജി ആയാലും അങ്ങനെ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷേ എങ്കിലും അത് മനസ്സിലാക്കുന്ന രീതിയിൽ ഓരോ കുട്ടിക്കും വ്യത്യാസമുണ്ട്. അത് നിങ്ങളും മനസ്സിലാക്കണം. കഴിഞ്ഞ 10-12 വർഷം ഞാൻ എങ്ങനെയാണോ പഠിച്ചു വന്നത് ആ രീതിയിൽ നിന്നും മാറുമ്പോൾ പുതിയൊരു രീതിയെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ എടുക്കുന്ന സമയം, അല്ലാതെ ഞാൻ തീരെ കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ അയ്യോ എനിക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടോ എൻ്റെ കൂടെയുള്ള കുട്ടികളെല്ലാം ഭയങ്കര മിടുക്കന്മാരായതുകൊണ്ടോ അല്ല എനിക്ക് ആ കോൺസെപ്റ്റ് പെട്ടെന്ന് കിട്ടാത്തത്. ഇതുവരെ ഞാൻ പഠിച്ച് വന്നതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ വേയിലേക്ക് ഞാൻ വന്നപ്പോൾ അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കണം.
ഇനി അങ്ങനെ ഒരു കുറവ് വന്നു പോയാൽ എങ്ങനെ പരിഹരിക്കാം എന്നാണ്. 2 ഓപ്ഷനാണ്. ഒന്ന്, പ്രൊഫസേഴ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്രൊഫസേഴ്സിനെ കണ്ടു തന്നെ അദ്ദേഹം പറഞ്ഞ കോൺസെപ്റ്റുകളിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ട്, അതിലൊരു ഉറപ്പില്ലായ്മ തോന്നിയാൽ അത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോവുക ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ്. ഇത് ഒരിക്കലും നാളത്തേക്ക് മാറ്റിവെക്കാം അല്ലെങ്കിൽ എക്സാം വരുമ്പോൾ മാറ്റിവെക്കാം എന്ന് കരുതേണ്ട കാര്യമല്ല. ആദ്യത്തെ ക്ലാസ് മുതൽ തന്നെ നിങ്ങളിത് ചെയ്യണം. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ കുട്ടികൾക്കും പ്രൊഫസേഴ്സിനെ അപ്രോച്ച് ചെയ്ത്, പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ സ്ഥാപനത്തിലേക്ക് വരികയാണ്, അത്ര ഫ്രണ്ട്ലി ആയിട്ട് ഓടിച്ചെന്ന് അപ്രോച്ച് ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും പറയും പോലെ ഇവിടെ നിങ്ങളുടെ അമ്മമാരെ പോലെ അല്ലെങ്കിൽ ചേച്ചിമാരെ പോലെ ചേട്ടന്മാരെ ഒക്കെ പോലെ നിങ്ങളെ കൺസിഡർ ചെയ്യുന്ന അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. എങ്കിൽ പോലും ചില കുട്ടികൾക്ക് അത്രയും ഫ്രീ ആയിട്ട് വന്ന് ഒന്ന് ഇടപഴകാൻ മടിയുണ്ടാകും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പ്. നിങ്ങൾ പഠിച്ച അതേ കോൺസെപ്റ്റ് ലേണിംഗ് ആപ്പിൽ പല അധ്യാപകർ ക്ലാസ്സുകളായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു ചാപ്റ്റർ തന്നെ, ഇപ്പോൾ ലിവിങ് വേൾഡിന്റെ ക്ലാസ്, ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിന്റെ ക്ലാസ് തന്നെ എത്രയോ അധ്യാപകർ എടുത്ത് ലേണിംഗ് ആപ്പിലെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അധ്യാപകന്റെ ഒരു വേ ഓഫ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ വേ ഓഫ് ടോക്കിംഗ് അല്ലെങ്കിൽ വേ ഓഫ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവ് തോന്നിയാൽ മറ്റൊരു അധ്യാപകന്റെ വ്യൂ പോയിന്റിൽ അത് കാണുകയും അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കി മനസ്സിലാക്കാനും പറ്റും. സോ വീട്ടിലിരുന്ന് ലേണിംഗ് ആപ്പ് നിങ്ങൾ ഇന്ന് പഠിച്ച കോൺസെപ്റ്റ് ക്ലാസ്സിൽ തന്നെ ഓക്കെ ആണെങ്കിൽ അന്ന് തന്നെ വീട്ടിൽ ചെന്ന് അത് പഠിക്കുക. അന്ന് പഠിക്കുക എന്നുള്ളത് എൻട്രൻസ് പരീക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം റിസൾട്ട് പുറകിലോട്ട് പോകുന്ന കുട്ടികളെല്ലാം പറയുന്ന ഒരു കാര്യം ബാക്ക്ലോഗ്സ് ഉണ്ടാകുന്നു എന്നാണ്. നമ്മളൊരു ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി ആകുമ്പോഴല്ല ബാക്ക്ലോഗിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. 1ാമത്തെ ദിവസം മുതൽ നമ്മൾ അത് തന്നെ ചിന്തിക്കണം. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ടോപ്പിക്കിന്റെ എണ്ണം അല്ലെങ്കിൽ പഠിക്കുന്ന കണ്ടന്റുകൾ കൂടി വരികയാണ്. അത് ഉണ്ടാകാതെ അന്ന് ഒരു പാരഗ്രാഫാണ് ഫസ്റ്റ് ഡേ പഠിച്ചത്, ഓക്കെ, ആ ഒരു പാരഗ്രാഫ് അന്ന് നിങ്ങൾ പഠിച്ചിട്ടേ കിടക്കാവൂ. ഒരു ചാപ്റ്റർ പഠിച്ചോ, ആ പഠിച്ച ചാപ്റ്റർ പഠിച്ചിട്ടേ അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് വരാവൂ. ഈ പഠിക്കുന്നിടത്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇൻ കേസ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അധ്യാപകന്റെ, അതായത് ഏത് വ്യൂ പോയിന്റിലാണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ആ വ്യൂ പോയിന്റിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അധ്യാപകന്റെ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കുക. അതിൽ തന്നെ എത്രയോ ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യനുകൾ ചെയ്യുക. നെക്സ്റ്റ് ഡേ ക്ലാസ്സിന് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അന്ന് പഠിപ്പിച്ച പാഠം കൃത്യമായി പഠിച്ചിട്ടേ അടുത്ത ക്ലാസ്സിലേക്ക് കയറാവൂ. ഇനി മറ്റൊരു കാര്യം, ഇതുവരെ നിങ്ങൾക്ക് ക്ലാസ്സിൽ അധ്യാപകർ നോട്ട് പറഞ്ഞു തരും, നിങ്ങളത് എഴുതിക്കൊണ്ടിരിക്കും, ഒരു പക്ഷേ നോട്ട് പ്രിന്റ് തരും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഏറ്റവും ആവശ്യം എന്താണെന്നറിയോ? നമുക്ക് ഏറ്റവും നമ്മുടെ ലാംഗ്വേജിൽ, നിങ്ങൾ ഓരോരുത്തരും എഴുതുന്ന ഭാഷ വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് വേറെ ആയിരിക്കാം, നിങ്ങളുടെ ഗ്രാമർ വേറെ ആയിരിക്കാം, എല്ലാം വാക്യങ്ങൾ പോലും വേറെയാണ്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വാക്യങ്ങളിൽ അധ്യാപകൻ പറയുന്നത് ഒരു ഷോർട്ട് നോട്ട്സ് ആയിട്ട് കുറിച്ച് വെക്കുക. അതെപ്പോഴും കയ്യിൽ കരുതുക. ഇതും ഞാൻ പറഞ്ഞതുപോലെ എക്സാമിനേഷനൊക്കെ തുടങ്ങുമ്പോൾ, അതായത് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് മോഡൽ എക്സാം തുടങ്ങുന്ന സമയത്തല്ല നിങ്ങൾ ഷോർട്ട് നോട്ട്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ആ അധ്യാപകൻ പറഞ്ഞ കണ്ടന്റ് എന്താണെന്നുള്ളത് അപ്പോൾ തന്നെ ക്ലാസ്സിൽ വെച്ച് എഴുതി പോവുക. ഇനി ക്ലാസ്സിൽ വെച്ച് എഴുതി പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതി ശീലിച്ചിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ വൈകുന്നേരം ഹോസ്റ്റലിലെത്തി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് ഏറ്റവും ചെറിയ വാക്കുകളിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക. അതിനായി എപ്പോഴും നിങ്ങളൊരു ബുക്ക് കയ്യിൽ കരുതുക. ആ ബുക്കിൽ മിനിമം വേർഡ്സ് മതി, നിങ്ങളുടെ ലാംഗ്വേജും കാര്യങ്ങളും ഒന്നും വേണ്ട. ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ആ കണ്ടന്റിൽ നിന്നും എന്താണോ മനസ്സിലായത് അത് എഴുതി വെക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. നമ്മൾ +1 +2 NCERT വേർഡ് ബൈ വേർഡ് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല, ദാറ്റ് ഐ എം ഷ്യൂർ. നമ്മളൊരു കോണ്ടന്റ് വായിക്കുന്നു, ഒരു ക്വസ്റ്റ്യൻ വരുന്നു, നമ്മൾ എഴുതുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഓരോ സെൻറ്റൻസിനും പ്രാധാന്യം ഉണ്ട്, അതുപോലെ തന്നെ ഓരോ ഫിഗറിനും പ്രാധാന്യമുണ്ട്. ബൈൻഡ് ടു ബൈൻഡ് ആണ് NCERT നമുക്ക് വേണ്ടത്. വായിക്കുമ്പോഴും നിങ്ങൾ ഹൈലൈറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളറുള്ള പേനകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ചോ വായിക്കുന്ന സെൻറ്റൻസുകളിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാർക്ക് ചെയ്ത് പോവുക. ആ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വേർഡിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവിടെ തന്നെ മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എഴുതി വെച്ച് പോവുക. അവിടെ വരുന്ന കോൺസെപ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ അത് എഴുതി ആ പേജിൽ തന്നെ ഒട്ടിച്ചു വയ്ക്കുക. അങ്ങനെ ഇതുവരെ പഠിച്ച രീതിയിൽ നിന്ന് ഒന്നുകൂടി ഒന്ന് മാറി ചിന്തിക്കാനുള്ള സമയമാണിത്. ഈ മാറ്റങ്ങളൊന്നും തന്നെ ഏറ്റവും അവസാന നിമിഷം അല്ല നമ്മൾ വെക്കേണ്ടത്, തുടക്കത്തിൽ തന്നെ. ആ മാറ്റം നിങ്ങൾ തുടങ്ങേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പിലാണ്. ഓടി തുടങ്ങുമ്പോൾ ഫസ്റ്റ് ചുവട് എങ്ങനെയാണോ വെക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ഓടാൻ കഴിയും. അപ്പം നിങ്ങളുടെ ആദ്യത്തെ ചുവട് ഒരിക്കലും പിഴയ്ക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇനി ഇവിടുത്തെ മെന്ററിങ് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സിബ്ലിങ്സിനെ പോലെ അല്ലെങ്കിൽ അമ്മയെ പോലെ നോക്കുന്ന മെന്റേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏതൊരു പ്രോബ്ലവും നിങ്ങൾക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം.
നമുക്ക് പഠിപ്പിക്കുന്ന കോൺസെപ്റ്റിലാണെങ്കിലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലോ നോട്ട്സ് എഴുതുന്ന കാര്യത്തിലാണെങ്കിലോ എന്തിലാണോ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അത് നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ മെൻറ്ററിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, എല്ലാവരും നിങ്ങൾ ആക്സസിബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. പിന്നെ എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് ആദ്യത്തെ വീക്ക് കുറച്ചൊരു അഡാപ്റ്റേഷൻ പ്രോബ്ലം ഉണ്ടാവും. അവിടെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ കാര്യങ്ങളായിട്ട് തോന്നും. നമുക്ക് ഈ കാര്യങ്ങളിലേക്കൊക്കെ വരാൻ ഒരു സമയമെടുക്കും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. പക്ഷേ സമയമെടുത്താലും ആ പാതയിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പ്രോബ്ലംസ് ഒക്കെ ചെയ്താൽ മതി, ടെക്സ്റ്റ് ഒന്നും വായിക്കേണ്ട എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ ഒന്നുമല്ല. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബോട്ടണി ആയാലും സുവോളജി ആയാലും NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വായനയിൽ കിട്ടിയ സാധനം ഒന്ന് എഴുതി വയ്ക്കുക, അത് അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിക്കുക. അവിടെ തന്നെ ആ ചാപ്റ്ററിലോ അല്ലെങ്കിൽ വേറൊരു ബുക്കിലോ എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് പാഡ്സ് വെച്ച് അത് എഴുതി സൂക്ഷിക്കുക. അന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇതാണൊരു നല്ല തുടക്കം. പിന്നെ തുടക്കം നന്നായാൽ അങ്ങോട്ട് ഓരോ ദിവസവും നിങ്ങൾ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ചിലപ്പോൾ ഫിസിക്സ് എന്താ എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. +2 വരെയുള്ള സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള നോളജ് ഒന്നും ഇല്ലാതെ ആയിരിക്കും നമ്മൾ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു പോയത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ആദ്യം ഒരു കോൺസെപ്റ്റിൽ ഇച്ചിരി ഡിഫിക്കൽട്ട് തോന്നിപ്പോയാലും നിങ്ങൾ ആ അധ്യാപകനെ കണ്ടോ ലേണിംഗ് ആപ്പ് നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ റിസോഴ്സുകളെല്ലാം സജ്ജമാണ്. ഇനി നിങ്ങൾ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും റിസൾട്ട് നിങ്ങളോട് എത്തുന്നത്. അപ്പോൾ ഞങ്ങളിത് 50-50 ആണ് ഇവിടെ കോൺട്രിബ്യൂഷൻ. ഞങ്ങളുടെ 50% 100% ഇഫക്റ്റീവായിട്ട് തന്നെ ഞങ്ങൾ ചെയ്ത് നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. അടുത്ത 50%-ന് ഞാൻ റെഡിയാണ്. എൻ്റെ റെസ്പോൺസിബിലിറ്റി 100% ഞാൻ ചെയ്യും എന്ന ഉറപ്പോടെ അതിന് മാനസികമായി തയ്യാറെടുത്ത് വേണം എല്ലാവരും ബ്രില്യൻറ്റിൻ്റെ പടികൾ കയറാൻ. അപ്പോൾ എപ്പോഴും പറയും പോലെ ഞങ്ങളൊരു കുടുംബം തന്നെ നിങ്ങളെയും കാത്തിരിക്കുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.